ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അരുൺ ഐശ്വര്യയുടെയും ഐശ്വര്യയുടെ അമ്മയുടെയും ബാഗ് എല്ലാം വലിച്ചെറിയുന്നു. അതിനുശേഷം ഡോർ അടയ്ക്കുന്നു. ഐശ്വര്യ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ആ ശ്യാമയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. അവളെയും അവളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കണമെന്നൊക്കെ ഓർക്കുന്നു. ശേഷം കാണിക്കുന്നത് വസുന്ധരാമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആനന്ദവർമ്മ അവിടേക്ക് വരുന്നുണ്ട്. വസുന്ധരാമ്മ പറയുന്നുണ്ട്, നമ്മുടെ കുടുംബം തകർന്നു പോയി, നമ്മുടെ അരുണിന്റെ ജീവിതവും തകർന്നു പോയെന്നൊക്കെ പറയുന്നു. നമ്മുടെ അരുണിന്റെ ജീവിതം തകരാൻ നമ്മൾ തന്നെയല്ലേ കാരണമെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ. നമ്മൾ കരുതിയത് ഐശ്വര്യ ഒരു നല്ല കുട്ടിയാണെന്നൊക്കെയല്ലേ എന്ന് പറയുന്നു. വസുന്ധരാമ്മ പറയുന്നുണ്ട്, ഐശ്വര്യ ഞാൻ മോളെ പോലെ സ്നേഹിച്ചതാ, അവൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. ശ്യാമയാണെങ്കിൽ ഞാൻ ഒരുപാട് വെറുക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണെങ്കിൽ ചെയ്തതിന്റെ ഫലമായിരിക്കും ഇപ്പൊ എനിക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടിയെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ ഇപ്പോൾ സ്കാനിങ്ങിന് ഐശ്വര്യ കൂടെ കൂട്ടിയത് കൊണ്ടാണ് എല്ലാ സത്യങ്ങളും മനസ്സിലായത്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും വിഡ്ഢികളായേനെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ്മ പറയുന്നുണ്ട്, എന്റെ അരുണിന്റെ ജീവിതം തകരാൻ കാരണം ഞാൻ കൂടെയാണെന്നൊക്കെ. ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അരുണിന്റെ ജീവിതം ഇനിയെങ്കിലും സന്തോഷമുള്ളതാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കണമെന്ന് പറയുന്നു. വസുന്ധരാമ്മ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണെന്നൊക്കെ അത് ആനന്ദവർമ്മയോട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയുമാണ്. ഐശ്വര്യയുടെ അമ്മ ചെറിയൊരു വാടക വീട്ടിലേക്കാണ് ഐശ്വര്യ കൂട്ടിയിട്ട് പോയത്. ഐശ്വര്യയ്ക്ക് ആ വീട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഐശ്വര്യ പറയുന്നുണ്ട്, ഇതെന്തൊരു വൃത്തികെട്ട വീടാണ്, ഇവിടെ എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. സുരഭി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ, ഇത് തന്നെ വലിയ കഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നു. നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ വലിയ വീട് നോക്കിക്കോളാൻ എന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ പൈസ ഇല്ലെന്നൊക്കെ. സുരഭി അപ്പോൾ പറയുന്നുണ്ട്, ആനന്ദ നിലയത്തിലേക്ക് തന്നെ ഞാൻ വന്നത് പലരോടും കടം വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇവിടെയും എപ്പോ അന്വേഷിച്ചിട്ട് വരുമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കാകുന്നുണ്ട്. സുരഭി ആണെങ്കിൽ ഐശ്വര്യ ഒരു ബുദ്ധി ഇല്ലാത്തവളാണെന്നും ശ്യാമം മിടുക്കിയായത് കൊണ്ടാണ് നിന്റെ ഗതി ഇങ്ങനെയായെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ശ്രീകുട്ടിയെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ശ്രീകുട്ടിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അശ്വതിയും അശ്വതിയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. ശ്രീകുട്ടി അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അരുണങ്കിളിനെ വഴക്ക് പറയരുത്, അരുണങ്കിൾ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്, അരുണങ്കിൾ ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അരുൺ അശ്വതിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് പൈസ നീട്ടുകയാണ്. ഇത് വാങ്ങണമെന്നൊക്കെ പറയുന്നു. ഇത് എന്റെ ശ്രീകുട്ടിക്കുള്ളതാണെന്നൊക്കെ പറയാണ്. ശരിക്കും എന്റെ കടമയല്ലേ ശ്രീകുട്ടിയുടെ ചെലവൊക്കെ നോക്കേണ്ടത്, അതാണെന്ന് കരുതിയെങ്കിലും സ്വന്തം മകൻ തരുന്നതാണെന്ന് കരുതിയെങ്കിലും വാങ്ങണമെന്നൊക്കെ പറയുന്നു. ഈ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അരുൺ നിർബന്ധിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ അമ്മ പൈസ വാങ്ങുന്നുണ്ട്. അരുൺ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ വാക്ക് തരികയാണ്, അശ്വതിയും മോളെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിട്ട് പോകുമെന്നും പറയുന്നു. അരുൺ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വസുന്ധരാമ്മ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, അമ്മ ഇനിയും വിഷമിക്കരുതെന്നൊക്കെ, കഴിഞ്ഞതൊന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. വസുന്ധരാമ്മ എപ്പോൾ പറയണം, എന്നാലും അവൾ എന്റെ അരുണിന്റെ ജീവിതമാണ് കളഞ്ഞത്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്, എന്റെ അരുണിന്റെയും അഖിലിന്റെയും കുഞ്ഞാണെങ്കിൽ ഇവിടെ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ. പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി. അത് മാത്രമല്ല, അവൾക്ക് എങ്ങനെ ഇതുപോലെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ തോന്നിയെന്നൊക്കെ പറയുന്നു. അവൾ ശരിക്കും മാതൃത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ശ്യാമയുടെ കുഞ്ഞിനെ പോലും അവൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവൾക്ക് മാതൃത്വത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവൾ മാത്രമേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്